കേരള സർവകലാശാലയിൽ നിന്ന് വിരമിക്കുന്ന ഡീനും സീനിയർ പ്രൊഫസറുമായ ഡോക്ടർ എ.എം. ഉണ്ണികൃഷ്ണന് ഗവേഷകരുടെ ആദരം. വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ അധ്യക്ഷത വഹിച്ച സമ്മേളനം ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. കേരള സർവകലാശാലയിൽ നിന്നും വിരമിക്കുന്ന പൗരസ്ത്യ വിഭാഗം ഡീനും സീനിയർ പ്രൊഫസറുമായ ഡോക്ടർ എ.എം. ഉണ്ണികൃഷ്ണനെ ഗവേഷക കൂട്ടായ്മയാണ് ആദരിച്ചത്. കേരളത്തിലെ പാഠ്യപദ്ധതികളിൽ മാറ്റം വരുത്തണമെന്നും വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ നൽകുന്നതോടൊപ്പം അതിനുള്ള കാരണം കണ്ടെത്തുന്ന ഗവേഷണ പഠനങ്ങൾ അത്യാവശ്യമാണെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള അഭിപ്രായപ്പെട്ടു. ലോകത്തുണ്ടായിട്ടുള്ള ഏതൊരു ക്രിമിനൽ കുറ്റം ഉണ്ടായാൽ ആ ക്രിമിനൽ കുറ്റത്തെ സംബന്ധിച്ചിടത്തോളം ആ ക്രിമിനലിനെ പഠിക്കുന്നതിലൂടെയാണ് പുതിയ പുതിയ തിയറികൾ വരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ നയം പ്രാദേശിക ഭാഷകൾക്കും മാതൃഭാഷകൾക്കും നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ചാണ് ചടങ്ങിൽ അധ്യക്ഷനായ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ പറഞ്ഞത്. നമ്മൾ അതാത് സ്ഥലത്തെ ഭാഷയിൽ പഠിക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് UGC ഈയിടെ ഓരോ ഭാഷകൾക്കും വേണ്ടിയിട്ട് പ്രത്യേക സമിതികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. മലയാള ഭാഷയുടെ സമിതി, അതിൻ്റെ ചെയർമാൻ കേരള യൂണിവേഴ്സിറ്റിയാണ്. കേരള യൂണിവേഴ്സിറ്റിയാണ് അതിൻ്റെ നോഡൽ ഓഫീസർ. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പുസ്തകങ്ങളൊക്കെ തന്നെ മലയാളത്തിൽ രചിക്കണം, കന്നഡയിൽ രചിക്കണം, തമിഴിൽ രചിക്കണം എന്ന അർത്ഥത്തോടുകൂടി ഈ ഒരു മഹാപദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ പോവുകയാണ്. ഈ വരുന്ന വർഷം തന്നെ അത് വരും. വിരമിക്കുന്ന അധ്യാപകൻ എ.എം. ഉണ്ണികൃഷ്ണനെ ചടങ്ങിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികൾ ആദരിച്ചു. ചടങ്ങിൽ മുൻ വൈസ് ചാൻസലർമാരായ ഡോക്ടർ എ. ജയകൃഷ്ണൻ, കേരള കേന്ദ്ര സർവകലാശാല മുൻ വൈസ് ചാൻസലറായ ഡോക്ടർ ജി. ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.